وإذا سألك عبادي عني فإني قريب أجيب دعوة. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. Okay, yes, inshallah. ومن الله التوفيق. ولا تجعلوا الله عرضة لأيمانكم ഒന്നുകൂടെ അവിടം വരെ. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا. അവിടെ അന്ത മണിക്കണം കേട്ടോ, നൂന് സുക്കൂൻ കൊടുത്തിട്ടില്ല, താൻ്റെ അടുത്ത് ഇഖ്ഫാ ബിഗുന്ന. അൻ തബറു വതത്തഖൂ വതുസ്ലിഹൂ ബൈനന്നാസ്. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس. والله سميع عليم. ഓക്കെ, ഇനി നമുക്ക് ഒന്നിച്ച് ഓതാം ആ ആയത്ത് തുടക്കം മുതൽ അവസാനം വരെ. അതിനിടക്ക് ബൈനൻ നാസി എന്നിടത്ത് നിർത്താം, അല്ലെങ്കിൽ അൻ തബറു എന്നുള്ളിടത്തൊന്ന് നിർത്താം, അല്ലേ? എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് തബറു എന്നുള്ളിടത്തൊന്ന് നിർത്താം, പിന്നെയും അൻ തബറു എടുത്തോതും കേട്ടോ. ഓതിക്കോളും. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. വീണ്ടും
കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറ അൽ ബഖറയിലെ 222, 223, 224 വചനങ്ങളാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇൻഷാ അല്ലാഹ് 222 വചനത്തിൽ അല്ലാഹു പറയുന്നത് വയസ്അലൂനക അനിൽ മഹീദ്. അവർ നിന്നോട് ചോദിക്കുന്നു അനിൽ മഹീദ്, ആർത്തവത്തെ സംബന്ധിച്ച്. കുൽ ഹുവാദ, പറയുക പ്രവാചകരെ, അതൊരു മാലിന്യമാകുന്നു, അല്ലെങ്കിൽ ഒരു ഉപദ്രവമാകുന്നു. അതുകൊണ്ട് ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്, ആ ആർത്തവ സമയത്ത് നിങ്ങൾ സ്ത്രീകളുമായി അകന്ന് നിൽക്കുക, വിട്ടു നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സഹാബികൾ വന്ന് ചോദിക്കുകയാണ്, ആർത്തവ സമയത്ത് അവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം എന്ന്. ഇത് ചോദിക്കാനൊരു പ്രത്യേക കാരണമുണ്ട്. യഹൂദ സമൂഹത്തിൽ അവർ ആർത്തവ സമയത്ത് സ്ത്രീകളുമായി ഒരു വിധത്തിലുള്ള ബന്ധം അവർ പുലർത്തിയിരുന്നില്ല, കൂടെ താമസിക്കുക പോലും അവർ ചെയ്തിരുന്നില്ല. ഇന്ന് പല ഹൈന്ദവ സമൂഹങ്ങളിലും കാണുന്നത് പോലെ പൂർണ്ണമായും അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുനിന്ന് വേറെ വേറെ ആയിരുന്നു അവർ കിടന്നിരുന്നതും മറ്റ് കാര്യങ്ങൾ ചെയ്തിരുന്നതും. അതിനെ സംബന്ധിച്ചാണ് സഹാബികൾ അള്ളാഹുവിൻ്റെ പ്രവാചകരോട് ചോദിക്കുന്നത്. അതിനെപ്പറ്റിയാണ് ഇവിടെ അള്ളാഹു 222 വചനത്തിൽ പറയുന്നത്, കുൽ ഹുവാദൻ, അതൊരു ശാരീരികമായ മാലിന്യമാകുന്നു. സ്ത്രീയുടെ ജൈവശാസ്ത്ര പ്രക്രിയയുടെ ഭാഗമാണത്. പ്രായപൂർത്തിയായ അണ്ഡോൽപാദനം തുടങ്ങുന്നതും, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അണ്ഡോൽപാദനം തുടങ്ങുന്നത് മുതൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്ത്രീ ഗർഭിണിയാകുവാനുള്ള സജ്ജീകരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശരീരത്തിൽ ഒരുക്കുകയാണ്. അതെല്ലാ മാസവും ആ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബീജത്തെ സ്വീകരിക്കുവാൻ സ്ത്രീയുടെ ശരീരത്തെ അല്ലാഹു സജ്ജമാക്കുകയാണ്. ബീജവുമായി സംയോജനം നടന്നില്ല, അല്ലെങ്കിൽ ബീജം സ്ത്രീയുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചില്ല എങ്കിൽ ഈ ഒരുക്കങ്ങളൊക്കെ വൃഥാവിലാവുകയാണ്. അങ്ങനെ ഓരോ മാസവും ഈ ഗർഭാശയത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ഈ സജ്ജീകരണങ്ങളൊന്നാകെ അതിൻ്റെ കൂടെ കുറച്ച് മറ്റ് ശുദ്ധീകരിക്കുവാനുള്ള ദ്രാവകങ്ങളും എല്ലാം അടക്കം ഇത് ശരീരം സ്വയം പുറന്തള്ളുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ആർത്തവം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്, കുൽ ഹുവാദൻ, അത് സ്വാഭാവികമായ ശരീരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു മാലിന്യമാണ്. അതുകൊണ്ട് ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്, ആ ആർത്തവം എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥലവുമായി നിങ്ങൾ സമീപിക്കരുത്. സ്ത്രീകളെ പൂർണ്ണമായി വർജിക്കണം എന്നല്ല ഇവിടെ അള്ളാഹു പറയുന്നത്. മറിച്ച് ഇവിടെ മഹീദ് എന്ന പദമാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്, ആർത്തവസ്ഥാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുകയും ചെയ്തു. സംഭോഗമൊഴിച്ച് ബാക്കി എല്ലാ വിഷയത്തിലും ആ സമയത്ത് നിങ്ങൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെടാം, അവരുമായി സഹവസിക്കാം, അവരുടെ കൂടെ കിടക്കാം. അതിലൊന്നും യാതൊരു തടസ്സവും ഇസ്ലാം നിൽക്കുന്നില്ല. ഫഅ്തസിലുൻ നിസാഅ ഫിൽ മഹീദ്, ആ ആർത്തവ സമയത്ത് അവരുമായി ആ സംഭോഗമാകുന്ന വിഷയത്തിൽ നിങ്ങൾ വിട്ടു നിൽക്കുക. അഥവാ ശാരീരികമായ ബന്ധത്തിൽ നിന്ന് അവരുമായി നിങ്ങൾ വിട്ടു നിൽക്കുക. വലാ തഖ്റബൂഹുന്ന ഹത്താ യത്ഹുർന, അവർ ശുദ്ധിയാകുന്നത് വരെ നിങ്ങൾ അവരുമായി സമീപിക്കരുത്.
ഇവിടെ ഹത്ത യത്തുഹുർണ എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു സ്ത്രീ ആർത്തവ വിരാമമായി കഴിഞ്ഞാൽ അവൾക്ക് കുളി നിർബന്ധമാണ്. അങ്ങനെ കുളിച്ച് വൃത്തിയായി കഴിഞ്ഞാൽ അവരുമായി നിങ്ങൾക്ക് നേരത്തെ അവരുമായി സഹവസിച്ചതുപോലെ ശാരീരികമായ ബന്ധത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അനുവദനീയമാണ്. ഫൈദാ തത്ഹർന ഫൽതൂഹുന്ന മിൻ ഹൈസു അമറക്കുമുല്ലാഹ്. അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് എങ്ങനെയൊക്കെ കൽപ്പിച്ചുവോ അതുപ്രകാരം നിങ്ങൾ അവരുമായി സമീപിക്കുക. ഇന്നല്ലാഹു യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടും. രണ്ട് ശുദ്ധിയെ സംബന്ധിച്ചാണ് ഈ ആർത്തവത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിധികളെ സംബന്ധിച്ചും പറഞ്ഞതിന് ശേഷം അള്ളാഹു ഈ വചനം അവസാനിപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടും. തൗബ എന്നത് മനസ്സിൻ്റെ ശുദ്ധിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളും വളരെ പ്രാധാന്യമുള്ളതാണ് മനസ്സിൻ്റെ ശുദ്ധി. ശരീരം ശുദ്ധമാണ്, പക്ഷേ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഇവിടെ മനസ്സിൻ്റെ ശുദ്ധിയെ സംബന്ധിച്ച് അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നത്. ആ മനഃശുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ ഉന്നതമായൊരു സ്വഭാവമാണ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നത്. അങ്ങനെ തൗബ ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതത്വഹിരീൻ. അതോടൊപ്പം ശുദ്ധി, നമ്മുടെ ശരീരം ശുദ്ധമായിരിക്കണം. അശുദ്ധമായ സ്ഥലവുമായി നമ്മൾ സമീപിക്കരുത്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ശാരീരികവും മാനസികവുമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനം അവസാനിപ്പിക്കുന്നത്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നത്, നിസാഉക്കും ഹർസുൽ ലക്കും. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്. വഅ്തു ഹർസക്കും അന്നാ ശിഅ്തും. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ നിങ്ങളുടെ കൃഷിയിടവുമായി സമീപിക്കുക. ഇവിടെ കൃഷിയിടം എന്ന് പറയുന്നത് വേറെ ദുർവ്യാഖ്യാനങ്ങൾക്കും പലതരത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്കും വിധേയമായ ഒരു ഭാഗമാണിത്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷിയിടം എന്നത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ, ആ കൃഷിയിടവുമായി അവൻ എത്രമാത്രം സമ്പർക്കവും ആ ശാരീരികമായും മാനസികമായും അവൻ്റെ അടുപ്പവും എത്രമാത്രം വലുതാകുന്നുവോ അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ തുണയായി അള്ളാഹുവിൻ്റെ നാമത്തിൽ അവൻ സ്വീകരിച്ച അവൻ്റെ ഭാര്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം അവളെ കരുതലോടെയും വളരെ സ്നേഹത്തോടെയും അവരെ പരിചരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം, അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം അവർക്ക് വകവെച്ച് കൊടുക്കുകയും ചെയ്യണം. ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾ അവരുമായി സമീപിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീയുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെടണം, അതുപോലെ തന്നെ അവരുമായി ശാരീരികമായ ബന്ധങ്ങൾ എപ്രകാരമാണ് എന്നതിന് കൃത്യമായ രൂപം വിശുദ്ധ ഖുർആനോ ഹദീസുകളോ പറഞ്ഞിട്ടില്ല. പക്ഷെ അനിസ്ലാമികമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതായ രൂപങ്ങളിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾക്ക് അനുവദനീയമായ എല്ലാ മാർഗങ്ങളും അതിന് അവലംബിക്കാവുന്നതാണ് എന്ന ഒരു പൊതുവായ അനുവാദമാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു പറയുന്നു, വഖദ്ദിമൂ ലിഅൻഫുസിക്കും. നിങ്ങളുടെ കുടുംബജീവിതം അതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മക്കളുടെ പരിചരണം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വഖദ്ദിമൂ ലിഅൻഫുസിക്കും. ഇവിടെ ഹർസ് എന്ന് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ അതും കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീയിൽ നിന്ന് ഒരു കൃഷിയിൽ നിന്ന് ഒരു കർഷകൻ ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല ഉൽപ്പന്നങ്ങളാണ്. അതുപോലെ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് നല്ല മക്കളെ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം എന്നൊരു സൂചന കൂടി ഇവിടെ അള്ളാഹു നൽകുന്നുണ്ട്.
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകളെല്ലാം അവൻ്റെ എല്ലാ കാര്യങ്ങളും അവനുമായി ഉള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും 3 കാര്യം മാത്രം അവശേഷിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് വലതുൻ സ്വാലിഹുൻ യദൂലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. അപ്പം ഇങ്ങനെ സ്വാലിഹായ സന്താനത്തെ വളർത്തുവാനും അതിലൂടെ ഒരു വിശ്വാസിക്ക് മാനസികമായ ആനന്ദം ഉണ്ടാവുക, അതൊക്കെ ഈ നിസാഅക്കും ഹർസുല്ലക്കും എന്ന വാക്യത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വഖദ്ദിമൂലിയം ഫുസിക്കും, അതുപോലെ കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നിങ്ങൾ നടത്തേണ്ടതുണ്ട്. ദീനിയായ കാര്യങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ലക്ഷ്യം മരണശേഷമുള്ള അനശ്വര ജീവിതത്തിൻ്റെ വിജയമാകുന്നു, അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുന്നോട്ട് ഒരുക്കി വെക്കുക. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വഅലമു അന്നകും മുലാഖൂ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടും എന്നതാണ്. ബശ്ശിരിൽ മുഅ്മിനീൻ, അവനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടുവാനും അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കഴിയുന്ന സത്യവിശ്വാസികൾക്ക് പ്രവാചകരെ നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ഭാഗം അവസാനിപ്പിക്കുന്നത്. തുടർന്ന് കൊണ്ട് വലാ തജ്അലുല്ലാഹ ഉർളത്തൻ ലിഅയ്മാനിക്കും, നിങ്ങൾ അള്ളാഹുവിനെ ഒരു മറയാക്കരുത്. ലിഅയ്മാനിക്കും, നിങ്ങളുടെ ശപഥങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും നമുക്ക് തോന്നിയതിനൊക്കെ വല്ലാഹി വല്ലാഹി എന്ന് പറയുന്ന രീതി ഒരിക്കലും വിശ്വാസിക്ക് പാടില്ലാത്തതാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പല തെറ്റായ കാര്യങ്ങളും ചെയ്യാൻ അവർ ഈ വല്ലാഹി ഉപയോഗിച്ചിരുന്നു. അള്ളാഹുവാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അവർ ശപഥം ചെയ്യും. ഇവിടെയാണ് അള്ളാഹു പറയുന്നത് വലാ തജ്അലുല്ലാഹ ഉർളത്തൻ ലിഅയ്മാനിക്കും, നിങ്ങളുടെ ശപഥങ്ങളെ അള്ളാഹുവിനുള്ള ഒരു മറയാക്കരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യം ചെയ്യേണ്ടത് അൻ തബറൂ, നിങ്ങൾ പുണ്യം ചെയ്യാനാണ്. വതത്തഖൂ, പടച്ചവനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി വതുസ്ലിഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് ചെയ്യുവാൻ. ഈ 3 കാര്യത്തിനും അള്ളാഹുവിനുള്ള ശപഥം അത് നിങ്ങൾക്ക് തടസ്സമാവരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. അല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അപ്പോൾ പുണ്യം ചെയ്യുക, അതോടൊപ്പം പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കുക, ജനങ്ങൾക്കിടയിൽ നന്മ ഉണ്ടാക്കുക, അവർക്കിടയിൽ രജ്ഞിപ്പുണ്ടാക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ശപഥം ചെയ്യേണ്ടത്. അല്ലാതെ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ശപഥം ചെയ്യരുത്. അങ്ങനെ അള്ളാഹുവിനെ നിങ്ങളൊരു മറയാക്കരുത് എന്ന സന്ദേശമാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നൽകുന്നത്. അല്ലാഹു സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وإذا سألك عبادي عني فإني قريب أجيب